കാണുന്ന ചെമ്പരത്തി, പിന്നെ ഇതാ ഇത് പനിക്കൂർക്ക ഇലയാണ്. പനിക്കൂർക്ക ഇലയും പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ചെറിയ കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ കറിവേപ്പിലയും ഇതും കൂടെ മിക്സാക്കി സാധാരണ രീതിയിൽ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ താളി തലയിൽ തേക്കാൻ വേണ്ടി താളി ഉണ്ടാക്കുന്ന രൂപമാണ്. അപ്പോൾ ഇത് മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് അതുപോലെ നരയും അതുപോലൊക്കെ മാറാനും ഉപയോഗിക്കുന്ന ഒന്നാണ്. ഈ ചെമ്പരത്തി തന്നെ ശരിക്കും പറഞ്ഞാൽ മുടിക്ക് ഏറ്റവും നല്ലതാണ്. തല തണുപ്പിക്കാനും അതുപോലെ മുടി നല്ല സമൃദ്ധിയായി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഈ ചെമ്പരത്തി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇതാണ് അലോവേര ചെറിയ പീസാക്കി ഈ മീൻസ് മിശ്രിതത്തിനൊപ്പം ആഡ് ചെയ്തിട്ട് ഇതും കൂടെ നമുക്ക് ഇതിനൊപ്പം ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ട് അരിച്ചെടുക്കലാണ്. അരിക്കുമ്പോൾ അധികം കട്ടി വന്നാൽ എന്ത് ചെയ്യില്ല, ശരിക്കും അരിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ ഇതിൻ്റെ അകത്ത് നല്ല വൃത്തിക്ക് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും. അരിച്ചെടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അരിച്ചെടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ കണങ്ങൾ ഉണ്ടാവില്ല ഇതുപോലത്തെ, അത് തലയിൽ കുടുങ്ങി വെക്കും. അത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ നമ്മളൊരു കുളിച്ച പ്രതീതി അങ്ങ് പോവും. കണ്ടിച്ചോ, അല്പം വെള്ളവും ചേർത്തിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മുടെ താളി. ഇതിനകത്ത് ചെമ്പരത്തി ഇലയും പനിക്കൂർക്ക ഇലയും നമ്മളെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അലോവേരയും കൂടെ മിക്സ് ആക്കിയിട്ട് അരിച്ചെടുത്തതാണിത്. മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്താണ്. സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം.